ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഈവനിങ് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബർ കോളേജിലെ വീഡിയോസ് ചെയ്യാവോ ഇത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ തന്നെ തട്ടിക്കൂട്ടി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നത് വയനാടുള്ള മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് അക്കാഡമിയിലാണ് കേട്ടോ. ബേസിക്കലി ഇവിടെ നമുക്ക് 3 കോളേജസാണ് വരുന്നത്: MBBS, ഫാർമസി ആൻഡ് നഴ്സിംഗ്. സോ ഞാൻ പഠിക്കുന്നത് BSc നഴ്സിംഗ് 3rd ഇയറിലാണ് കേട്ടോ. ആൻഡ് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. എല്ലാ സ്പെഷ്യാലിറ്റീസും വരുന്ന ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് കോളേജിന്. സോ ബേസിക്കലി നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡോക്ടർ മൂപ്പൻസ് ഒരു ബെറ്റർ ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് തന്നെ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അക്കാഡമിക് ആൻഡ് കരിക്കുലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോട്ട്സ് ആണെങ്കിലും ലെക്ചറിങ് ആണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ലെക്ചറിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ലൊരു പ്ലാൻഡ് ഷെഡ്യൂളിലായിരിക്കും നമ്മൾ അക്കാഡമിക്സ് പോകുന്നത്. സോ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മൾ ആ ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ. സെമസ്റ്റർ സിസ്റ്റമാണ് നമുക്ക് നഴ്സിംഗ് വരുന്നത്. നമുക്ക് ഏകദേശം 8 സെമസ്റ്റർ ഉണ്ട്. സോ ആ ഒരു സെമസ്റ്റർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാൻഡ് ഷെഡ്യൂളിൽ നിന്നായിരിക്കും അക്കാഡമിക് ഇവിടെ പോകുന്നത്. പിന്നെ കരിക്കുലർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളതായ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. സോ നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് നമുക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസും കൂടെ കൂടുതലായിരിക്കും. കാരണം നമുക്ക് നമ്മൾ തന്നെ ഹോസ്പിറ്റലിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള ഹോസ്റ്റൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു റൂമിൽ 4 പേര് വെച്ചിട്ടാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. പിന്നെ വാഷിംഗ് ഏരിയ, വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് വാഷ്റൂംസ് വരികയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണ്. പിന്നെ ഹോസ്റ്റലിനകത്ത് ഔട്ടിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗേൾസ് ഹോസ്റ്റലിൽ 3 hours ഔട്ടിംഗ് സൺഡേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാത്ത ഡേയ്സ് നമുക്ക് ഔട്ടിംഗ് ഇല്ല. സൺഡേയിൽ 3 hours ഔട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 7:30 മുതൽ 12:30 വരെയുള്ള ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോയി വരാം. പിന്നെ ബോയ്സ് ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8:30 to ഒരു ഈവനിങ് 6 o'clock വരെയൊക്കെ ഹോസ്റ്റൽ ഔട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കോമൺ മെസ്സാണ്. MBBS, ഫാർമസി, നഴ്സിംഗ്, ബോയ്സ് ആൻഡ് ഗേൾസ് മിക്സ്ഡ് ആയിട്ടുള്ള കോമൺ മെസ്സാണ്. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നോൺ വെജും വെജും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കേരള മീൽസൊക്കെ തന്നെയാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫുഡിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം. പിന്നെ ഫോൺ പെർമിഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 1 hour ഫോൺ പെർമിഷനേ ഉള്ളൂ. അത് 6 to 7 ആയിരിക്കും അതിൻ്റെ പെർമിഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇയറിൽ മാത്രം നമുക്ക് 1 hour ആയിരിക്കും ഫോൺ. പിന്നെ നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ അതല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഫുൾ ഡേ ഫോൺ പെർമിഷൻ നമുക്ക് തരും. അതിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിലേക്ക് ഒന്നും കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷെ നമ്മുടെ കയ്യിൽ തന്നെ ഫോൺ. പിന്നെ 8:30 to 10:30 നമ്മുടെ സ്റ്റഡി ടൈമാണ്. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പബ്ലിക് ഹോളിഡേയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലീവുകൾ ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, റംസാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ലീവ് തരുന്നതായിരിക്കും. പിന്നെ സെക്കൻഡ് സാറ്റർഡേയ്സ് മോസ്റ്റ് ഓഫ് ദി സെക്കൻഡ് സാറ്റർഡേയ്സും വർക്കിംഗ് ആയിരിക്കും നമ്മളെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട്. പൊതുവേ ലീവ് കൊടുക്കാറാണ്. നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രീതിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷനാണ്. കാരണം ബാക്കി കോളേജൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫെസിലിറ്റീസ് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വരുന്നില്ല. സോ എന്തുകൊണ്ടൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അത്രയുള്ളൂ. താങ്ക് യു.